വിവിധ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു. എല്ലാ വിദ്യാലയങ്ങൾക്കും ഭീഷണി സന്ദേശം ലഭിച്ചത് ഒരേ സമയത്താണ്. ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ 40 സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ഇന്നലെ രാത്രി 11:30 ഡൽഹി പോലീസിന് ഒരു വ്യാജ ഇമെയിൽ അക്കൗണ്ട് വഴി ബോംബ് ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാണക്യപുരിയിലുള്ള ബ്രിട്ടീഷ് സ്കൂളിന് മുന്നിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്കൂൾ ഇപ്പോൾ പൂട്ടി, അതായത് വിദ്യാർത്ഥികളെ മുഴുവൻ തിരികെ വീടുകളിലേക്ക് അയച്ചിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി 11:30-ക്കാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം വരുന്നത്. പക്ഷേ രാവിലെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരഭാരതത്തിലെ നഗരങ്ങളിൽ നമുക്കറിയാം സ്കൂളുകൾ വളരെ കാലത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കും. അതിനാൽ രാവിലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടികളെ രക്ഷകർത്താക്കൾ വന്ന് തിരിച്ച് കൊണ്ടുപോകുന്നത്, നമുക്ക് വണ്ടികളിൽ വന്ന് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഞാൻ ഈ നിൽക്കുന്ന ബ്രിട്ടീഷ് സ്കൂളിന് മാത്രമല്ല, രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 40ഓളം സ്കൂളുകൾക്ക് സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തി. നമുക്കറിയാം അടുത്തിടെ കഴിഞ്ഞ ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് രോഹിണിയിൽ CRPF സ്കൂളിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തി. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ നവംബർ 29-ന് ഡൽഹിയിൽ തന്നെ ഇതേ രോഹിണിയിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഇത്തരം ബോംബ് ഭീഷണി സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചെറു സ്ഫോടനങ്ങളും അടുത്ത കാലത്ത് ഉണ്ടാകുന്നതിനെ വളരെ ഗൗരവമായി കേന്ദ്ര സർക്കാർ നോക്കിക്കാണുകയാണ്. ഇന്നത്തേത് വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണെന്ന് വ്യക്തമായി. ഈ സന്ദേശം എത്തിയതിനു ശേഷം ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഈ സ്കൂളുകളിലെല്ലാം എത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ സ്ഫോടക വസ്തുക്കളോ മറ്റ് പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളോ ഒന്നും തന്നെ ലഭിച്ചില്ല. അതിനാൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണ് എത്തിയതെന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും നോക്കിക്കാണുകയാണ്. അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.